ഗവർണർ കേരള സർവകലാശാല VC കൂടിക്കാഴ്ചയാണ്. തൃശൂർ രാമനിലയത്തിൽ ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയം മുൻപാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ തൃശൂർ രാമനിലയത്തിൽ എത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഫയൽ നീക്കമടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം, നാളുകളായി യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ ഭരണസ്തംഭനം നിലനിൽക്കുന്നു, പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു, വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ, അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ, അതോ മറ്റെന്തെങ്കിലും നീക്കങ്ങളാണോ ഇത്, ഉമേഷ്? ഉന്മേഷ, ഏറ്റവും സുപ്രധാനമായി ഇത്തരത്തിൽ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ നിയമനം, രജിസ്ട്രാറെ പകരം ചുമതല നൽകിയ മിനി കാപ്പന് ഫയലുകളൊന്നും പോകുന്നില്ല. ഈ സാഹചര്യത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അത് റദ്ദാക്കാൻ ഇപ്പോൾ അതിന്റെ ചുമതല അല്ലെങ്കിൽ അതിനുള്ള അവകാശം എന്ന് പറയുന്നത് ചാൻസലർ എന്ന അധികാരം പ്രയോഗിക്കണമെന്നുള്ള ആവശ്യത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഉള്ളത്. ആ ആവശ്യവും അതിൻ്റെ പ്രാധാന്യവും വൈസ് ചാൻസലർ ഗവർണറെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഫയലത്തിൻ്റെ പൂർണ്ണ ചുമതല തനിക്ക് വേണമെന്നുള്ള നിലപാടായിരുന്നു മോഹനൻ കുന്നുമേലിനുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഈ സ്വകാര്യ IT കമ്പനിയെ ബന്ധപ്പെടുകയും എന്നാൽ IT കമ്പനി ആ ആവശ്യം നിരസിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ VCക്ക് പോകേണ്ട ഫയലുകൾ രജിസ്ട്രാർ KS അനിൽകുമാർ വഴി പോകുന്ന ഫയലുകളെല്ലാം VC തിരിച്ചയക്കുകയാണ്. പകരം ചുമതലയെടുത്ത മിനി കാപ്പന് എന്നാൽ ഒരു ഫയലും പോകുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഗവർണർ ഇടപെടുകയും ആ സിൻഡിക്കേറ്റ് യോഗ തീരുമാനം റദ്ദാക്കുകയും വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. അതുകൂടാതെ പ്രധാനപ്പെട്ട 2 കേസുകളുടെ വിധി ഇന്ന് വരാൻ പോവുകയാണ്. അത് ഡിജിറ്റൽ സർവകലാശാലയുടെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും അവിടുത്തെ താൽക്കാലിക VCമാരുടെ കാര്യത്തിൽ സ്വാഭാവികമായി കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ തുടർ നടപടി എങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ തുടർ ചർച്ചകൾ ഗവർണറുടെയും വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം രാജ്ഭവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൈസ് ചാൻസലറാണ് മോഹൻ കുന്നുമേൽ. 2 സർവകലാശാലകളുടെ VC, അതായത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ VCയും കേരള സർവകലാശാലയുടെ താൽക്കാലിക VC എന്നുള്ള ചുമതലയും. അതുകൊണ്ട് രാജ്ഭവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായ കാലങ്ങളായി അറിവുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കമെല്ലാം ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 15 ദിവസമായി കേരള സർവകലാശാല ആസ്ഥാനത്ത് VC ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമായി തുടർ നീക്കമാണ് ഇനി അറിയേണ്ടത്. സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കുകയാണെങ്കിൽ KS അനിൽകുമാർ ഇവിടെ നിന്ന് പോകേണ്ടി വരും.